എന്നാൽ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, അയാളത് പ്രത്യേകം പറയുന്നുണ്ട്. മൗലൂദ് കിതാബിലൊക്കെ തവസ്സല ബിഹി ആദം വസ്തഗാസ ബിഹി നൂഹ്, അതൊക്കെ കള്ളത്തരം എഴുതിയതാണ്. മൗലവി പറയാ മൗലൂദ് കിതാബിൽ കള്ളത്തരം എഴുതിയതാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് മൂപ്പര് പറയാം അതൊക്കെ അനിസ്ലാമികമായി പലതും മൗലൂദ് കിതാബിൽ കള്ളത്തരം എഴുതി വെച്ചിട്ടുണ്ട്. ഇമാം സുബിക്ക് കളവ് എഴുതിയതാണോ? ഇമാം മഖ്ദൂം തങ്ങൾ കളവ് എഴുതിയതാണോ? ഇമാമിങ്ങളെ പേരിൽ മൗലവി പറയുന്നതൊന്ന് ആദ്യം കേട്ടോളൂ. അന്ന് വെച്ചോട്ട് അവനെ ഹക്ക് ജാഹ് തവസ്സല ബിഹി അതൊക്കെ കള്ളത്തരാണെന്ന് പറയുന്നത്. തവസ്സല ബിഹി ആദം ഇടതേടിയത് ഈ മുഹമ്മദ് നബിയെ കൊണ്ടാണ്. അതുപോലെ തന്നെ വസ്തഗാസ ബിഹി നൂഹ് നബിയുടെ കാര്യം അവിടെ പരാമർശിക്കുന്നുണ്ട്, ഇബ്രാഹിം നബിയുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ചിലരുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊക്കെയും അനിസ്ലാമികമായ ആശയമല്ലേ, കള്ളം പറഞ്ഞതല്ലേ അവരെ സംബന്ധിച്ച്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് അവർ തേടിയതായോ അള്ളാന്റെ റസൂലിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട്, അതല്ലെങ്കിൽ ആ അർത്ഥത്തിൽ തവസ്സുൽ ചെയ്തുകൊണ്ട് അവര് പ്രാർത്ഥിച്ചതായി എവിടെയാണുള്ളത്? അതെ, ഹക്ക് കൊണ്ടും ജാഹ് കൊണ്ടൊക്കെ പറഞ്ഞെന്നും തവസ്സല ബിഹി അതെന്ന് പറഞ്ഞു, വസ്തഗാസ ബിഹി നൂഹ് എന്ന് പറഞ്ഞതൊക്കെ അനിസ്ലാമികമായ വിഷയങ്ങൾ കള്ളം പറഞ്ഞതല്ലേ എന്നാ മൗലവി ചോദിക്കുന്നു. ഇമാമിങ്ങളൊക്കെ കള്ളം പറഞ്ഞു അല്ലേ? നല്ല സത്യം പറയുന്ന മൗലവി. എന്നാ സഹോദരന്മാരെ കേട്ടോ, ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു അല്ലേ പറഞ്ഞത്? അമ്പിയാക്കൾ ചെയ്ത കാര്യമാണ്, പഠിപ്പിച്ച കാര്യമാണെന്ന്. ഒന്ന് ഇമാം സുബ്കി മൗലവിന്റെ ഭാഷയിൽ ഒരു കള്ളം പറയുന്ന ആള്. രണ്ടാമത്തെ സൈനുദ്ദീൻ മഖ്ദൂം അല്ലേ മങ്കൂസി പറഞ്ഞ് സൈനുദ്ദീൻ മഖ്ദൂമും ഒരു കളവ് പറയുന്ന ആള്. മൂന്നാമത്തെ കളവ് പറയുന്ന ഇമാമിനെ ഉദ്ധരിക്കട്ടെ, മൗലവിന്റെ ഭാഷയിലാണ്. മൗലവി എല്ലാ ഇമാമിങ്ങളും കളവ് പറയുന്ന ആളാണ് പറയുന്നത്. മൂപ്പരൊരു നല്ല നേര് പറയുന്ന ആളാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നെ ഞാൻ ശരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നേര്. ഓ സഹോദരന്മാരെ, ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ആദം നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്തു എന്ന് പറഞ്ഞ മൂന്നാമത്തെ വ്യക്തി ആരാണ്? ഹിജ്റ 734 മരണപ്പെട്ട മുജാഹിദീങ്ങൾ എപ്പോഴും പേരെടുത്ത് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതന്റെ പേരാണ് ഇമാം ഫാക്കിഹാനി. അദ്ദേഹം മൗലിദിനെതിരാണ് എന്നാണ് അവർ സാധാരണ പറയാറ്. ആ ഇമാം ഫാക്കിഹാനി മുജാഹിദേ, നിങ്ങളെ സർവ്വ അൽബനാറിലും ശബാബിലും നിങ്ങളെ ലൗലേഖയിലും നോട്ടീസിലും ബുക്കിലും പേര് കാണുന്ന ഇമാം ഫാക്കിഹാനി. ആ ഇമാം ഫാക്കിഹാനിയുടെ വാചകം കേട്ടോ, സ്വന്തം കിതാബ് നോക്കിയാ വായിക്കുന്നത്. അൽ ബാബുൽ ഹാദി അശർ 11-ാം അധ്യായം. സുബ്കി ഇമാമ് മാത്രമാണോ മഹസറയില് അമ്പിയാക്കൾ പിടികൂടുന്ന ആള്? ലോകത്തുള്ള എല്ലാ ഇമാമികളും അള്ളാന്റെ റസൂലിനെ കൊണ്ട് ആദം നബി തവസ്സുൽ ചെയ്തതും നൂഹ് നബി സഹായം തേടിയതുമൊക്കെ രേഖപ്പെടുത്തിയതല്ലേ? കേട്ടോ, ഫീമൻ ഇസ്തഗാസ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഗീസ ഫിൽ ഖദീമി വൽ ഹദീസ്. മുമ്പും പിമ്പും റസൂലുള്ള മുഖേന സഹായം കിട്ടിയവരുടെ അധ്യായം, റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയവരുടെ അധ്യായം. ഇഅലം, നീ ശരിക്കും ഉറപ്പിച്ചു വെക്കണം, അന്ന അവ്വല മൻ ഇസ്തഗാസ ബിനബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടിയ, റസൂലുള്ളാഹിനെ ഇടയാളനാക്കി സഹായം തേടിയ ഒന്നാമത്തെ വ്യക്തി അബൂനാ ആദം അലൈഹിസ്സലാം. അത് ആദം നബി അലൈഹിസ്സലാമാണെന്ന് നീ ഉറപ്പിച്ചു വെക്കണേ. നിങ്ങളെ സർവ്വ പുസ്തകത്തിലും പേര് കാണുന്ന ഇമാം ഫാക്കിഹാനി അദ്ദേഹത്തിന്റെ അൽ ഫജ്റുൽ മുനീർ എന്ന ഗ്രന്ഥത്തിന്റെ 263-ാമത്തെ പേജിലാണ് മൗലവിമാരെ പറഞ്ഞത്. അപ്പൊ ഇമാം സുബ്കി ഒറ്റക്കല്ല, മങ്കൂസ് മുലുദ്ദീൻ സൈനുദ്ദീൻ മഖ്ദൂം ഒറ്റക്കല്ല, പേരോടൊറ്റക്കല്ല. എനിക്ക് കേട്ടോ ഇമാമിങ്ങളുടെ പേര് തീർന്നില്ല. ശൈഖുൽ ഇസ്ലാം ഇമാം ഇബ്നുൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു മിസ്ബാഹുൽ ളലാം എന്ന മഹാനവറുകളുടെ ഗ്രന്ഥം ഹിജ്റ 607 ജനിച്ച് 683 മരണപ്പെട്ടു. ഈ കിതാബ് ആദ്യം മുതൽ അവസാനം വരെ റസൂലുള്ളാഹിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്യുന്നതിന്റെ പുണ്യം പറയാൻ വേണ്ടി എഴുതിയ കിതാബാണ്. ഇതിൽ വേറൊരു വിഷയവുമില്ല, ഇസ്തിഗാസന്റെ തെളിവ് മാത്രം പറയാൻ എഴുതിയ കിതാബാണ്. ഹിജ്റ 607 ജനിച്ച് 683 മരണപ്പെട്ടു. ഇതിലും നിങ്ങൾക്ക് കാണാം സഹോദരൻ ബാബു മാ ജാഅ ഫി ഇസ്തിഗാസത്തി സയ്യിദിനാ ആദം അബിൽ ബശർ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ കൊണ്ട്
ആദം നബി അലൈഹിസ്സലാം സഹായം തേടിയ അധ്യായം ഒരധ്യായം തന്നെ കൊടുക്കുകയാണ്. എനിക്ക് കേട്ടോ, അഞ്ചാമത്തെ ഇമാമിങ്ങളെ പേര് പെട്ടെന്ന് പറഞ്ഞങ്ങ് തീർക്കുകയാണ്. ഇമാം അബുൽ ഹസൻ അലി ഇബ്നു ഹാറൂൻ, മരണം ഹിജ്റ 352 മുജാഹിദേ. എന്താണ് മഹാനവറുകൾ പറഞ്ഞത് കേട്ടോ? വബിഹി തവസ്സല ആദമു മിൻ ദംബിഹി വതശഫഅത് ബിമഖാമിഹി ഹവ്വാഉ. ആദം നബി അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കി. പിന്നെയോ വബിഹി തവസ്സല നൂഹു ഫീ തൂഫാനിഹി വഉജീബ ഹീന തഗ അലൈഹിൽ മാഉ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും റസൂലുള്ളാഹിനെ കൊണ്ട് സഹായം തേടി. സുബ്ഹാനല്ലാഹ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? കമാ ശഫഅ അല്ലാഹു നബിയ ലി ആദമി ബിഹി ഫീ ജനാനിൽ ഖുൽദി മിമ്മാ ബിഹി ഗദാ. ഇനിയും കേട്ടോ സഹോദരന്മാരെ, ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശറഹുൽ ഇളാഹിന്റെ 490 പേജിൽ ഇതിലും അത് തന്നെ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. ആദം നബി അലൈഹിസ്സലാം റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുലാക്കിയത് പറയുകയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശിഫാഇന്റെ ശറഹ് 271 നോക്കിക്കോളൂ. അതേ ഇമാം ബൈഹഖി 5489 പറയുകയാണ്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു 2672 പറയുകയാണ്. ഇമാം അബൂ നുഐമദ പറയുന്നു, ഫതാവയുടെ 2ാം വാള്യം 151 പേജ് നോക്കിക്കോ. ഇമാം സുംഹൂദിയദ വഫാഉൽ വഫാഇന്റെ 3ാം വാള്യം 1370 പേജിൽ പറയുന്നു. ഇമാം ഖസ്തലാനിയദ മവാഹിബിന്റെ 62ാം പേജിൽ പറയുന്നു. ഇമാം ദമീരിയദ നജ്മുൽ വഹാജിന്റെ 3ാം വാള്യം 559 പേജിൽ പറയുന്നു. ഇനി സഹോദരന്മാരെ, ഇതൊക്കെ പറയുമ്പോ മൗലവിക്കൊരു മറുപടി ഉണ്ട്. എന്താ മറുപടി അറിയോ? ഏതാ ഇനി അടുത്ത് വരിക? അത് ലൈഫാണ്. കാരണം ഇവർക്ക് പറ്റാത്തൊക്കെ ലൈഫ് ലോകത്തുള്ള എല്ലാ മുസ്ലിമും അറിയാം. ബുഖാരിയുടെ ബഹുമാനത്തിൽ ഒരു മുസ്ലിമിനും തർക്കമില്ല. ബിരുഹദുൽ പറഞ്ഞു. പക്ഷേ മൗലവിമാര് പറയുന്നത് ബുഖാരി സ്വീകരിച്ചൂടാ. പിന്നെ നമ്മൾ എന്താ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക? എന്ത് പറഞ്ഞാലും പറയും ലൈഫാണ്. അതൊന്ന് കേൾപ്പിച്ചോട്ടാ മോനെ. ബുഖാരി ഇമാമിനെയും സഹീഹുൽ ബുഖാരിയും തള്ളുന്ന വാചകം ഒന്ന് കേട്ടോളൂ. സഹീഹുൽ ബുഖാരി വിമർശനങ്ങൾക്ക് അതീതമാണെന്നോ ഇമാം ബുഖാരി മഅസൂമാണെന്നോ ആ 2 ഘട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. കേട്ടില്ലേ? ഇമാം ബുഖാരി മഅസൂമാണെന്നോ ഇമാം ബുഖാരിയുടെ കിതാബിലുള്ളൊക്കെ സത്യസന്ധമാണെന്നോ ആ 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സത്യസമ്പൂർണ്ണമാണെന്നോ ആർക്കും ഇവിടെ വാദമില്ല. ലോകത്തൊരു മുസ്ലിം പണ്ഡിതനും തർക്കമില്ലാത്ത സഹീഹുൽ ബുഖാരിയാണ് തള്ളിയത്. ഇവരെ ലൈഫാക്കൽ പിന്നെ വല്ല കാര്യവും പറയേണ്ടതുണ്ടോ? അവർക്ക് പറ്റാത്തതൊക്കെ ലൈഫ്, അവർക്ക് പറ്റാത്തതൊക്കെ ലൈഫ്. അതുകൊണ്ട് ഇനി മൗലവി വന്നിട്ട് ലൈഫാണ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങ് വായിച്ചു പറ്റിക്കും. അത് ഇമാം ബുഖാരിയുടെ ബുഖാരി അടക്കം മൗലവിമാര് സ്വീകരിക്കൂല കേട്ടോ. കാരണം ഇവർക്ക് അള്ളാന്റെ ദീന് തകരണമെന്നല്ലാതെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്നതൊരു ഉദ്ദേശമല്ല. മൗലവി ചോദിച്ചില്ലേ ബിഹഖി മുഹമ്മദ് എവിടെയാ ഉള്ളത്? ആരാ പറഞ്ഞത്? അത് കളവല്ലേ എന്ന് മൗലവി പറഞ്ഞില്ലേ? എന്നാ മൗലവിനെ ഞാനിതാ നാദാപുരത്ത് ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടിയിടാൻ പോകുന്നു. തെറിപ്പിക്കാൻ കഴിയൂല സലഫി. ആദം നബി റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്തു എന്നത് അത് ഇമാം സുബ്കിയെ പോലുള്ള ഇമാമീങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ അമ്പിയാക്കൾ ഇയാൾക്കെതിരായിരിക്കും, അമ്പിയാക്കളെ പേര് കള്ളം പറഞ്ഞതാണ് എന്ന് പറഞ്ഞില്ലേ? ഇനി ഞാൻ വായിക്കാൻ പോകുന്നത് നിങ്ങളെ നേതാവ് അതാരാ? അതേ നിങ്ങളെ നേതാവ്, നിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ അങ്ങേ തലക്കുള്ള നേതാവ്. നിങ്ങൾ അങ്ങേ തല. അതൊന്ന് കേൾപ്പിച്ചോട്ടെ അവനെ, എന്നിട്ട് ഞാൻ കേൾപ്പിച്ചു. അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ, അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ, അങ്ങേ തല മുതൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ മുതൽ ഇപ്പൊ അടുത്ത് മരിച്ച നാസിറുദ്ദീൻ അൽബാനി വരെ, കേരളത്തിലുണ്ടായിരുന്ന KM മൗലവി മുതൽ KP മുഹമ്മദ് അലി ഉമർ മൗലവി വരെ സലഫി പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. സലഫി പണ്ഡിതന്മാരെ കൊടുത്തിട്ട് അങ്ങേ തല ആരാണ്? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. അങ്ങേ തല. അത് തന്നെ മുജാഹിദ് സെന്റർ എന്ന് പ്രസിദ്ധീകരിക്കുന്ന 1.25 റുപ്യന്റെ കിതാബിലും പറയുന്നു. കേട്ടോളി. ഇതിന് തുടക്കം കുറിച്ചത് മുജാഹിദിനെ, ഇതിന് തുടക്കം കുറിച്ചത്
ഹിജ്റ 661 പൂജാതനായ പ്രശസ്ത പണ്ഡിതനും ചിന്താമണ്ഡലത്തിൽ ഭയങ്കര കോളലക്കം സൃഷ്ടിച്ച വിപ്ലവ നായകനുമായ ഇബ്നു തൈമിയ്യ ആണ്. ഇങ്ങനത്തെ ഈ പറഞ്ഞ ഇബ്നു തൈമിയ്യ ഇനി നിങ്ങൾക്ക് കേൾക്കണോ, ഇവരെ പോലത്തെ ഒരു പൗരോഹിത്യം ലോകത്താർക്കെങ്കിലും ഉണ്ടോ? ഇവരെ വിചിന്തനം, ആ വിചിന്തനം എന്ന പത്രത്തിൽ അവർ പറയുന്നത് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെയും ഇബ്നു തൈമിയ്യയുടെയും വാക്കുകൾ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും തുല്യമാണ്. അപ്പൊ അയാളെ വാക്ക് ഖുർആൻ പോലെയാണ്. അപ്പൊ ഖുർആൻ പോലെ ഇവർ വിശ്വസിക്കുന്ന ശരിയായ പൗരോഹിത്യം വിശ്വസിക്കുന്ന പണ്ഡിതൻ, അവരുടെ ഏറ്റവും ഒരു അങ്ങേ തലക്കുള്ള പണ്ഡിതൻ ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ 2005 ഫെബ്രുവരി 25 വിചിന്തനത്തിലുള്ളതാണ്. ഇത് ഞാൻ മുമ്പ് ഇവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. മൗലവി അതിനെപ്പറ്റിയൊന്നും ഒന്നും പറയുന്നില്ല. മൗലവി പിന്നെയും പാട്ടുപാടുകയാണ്. എന്നാ സഹോദരന്മാരെ, ഇപ്രാവശ്യം മുമ്പ് ഒറ്റക്ക് പാടിയിട്ട് കഴിയാത്തതുകൊണ്ട് കുറച്ച് കുട്ടികളെ പാട്ട് കൊണ്ടുവന്ന് അതങ്ങനെ കേൾപ്പിച്ചിട്ടുണ്ട്. എന്നായിരിക്കട്ടെ, ഈ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ കിതാബാണ് മൗലവി. ഇനി ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നത് ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഇടയാളനാക്കി എന്നത് കളവാണ് ഇമാം സുബ്കി പറഞ്ഞത്. അതുപോലെ ഇമാമിങ്ങൾ പറഞ്ഞതെന്ന് നിങ്ങൾ ഇന്ന് അതാപുരത്ത് പ്രസംഗിച്ചില്ലേ? എന്നാൽ ഇബ്നു തൈമിയ്യയെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? ഇബ്നു തൈമിയ്യയുടെ ഫതാവ 2ാം വാള്യം കേട്ടോ മൗലവി. അദ്ദേഹം വിശദീകരിച്ചിട്ട് പറയാണ്, നീണ്ട സനദ് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് കേട്ടോ. അൻ അബ്ദുല്ലാഹി ഇബ്നു സുഫിയാൻ അൻ മൈസറ ഖാല ഖുൽതു യാ റസൂലല്ലാഹ്, ഞാൻ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലേ, മൈസറ പറയാണ്, മതാ കുന്ത നബിയൻ, തങ്ങളെപ്പോഴാ നബിയായത്? ഖാല ലമ്മാ ഖലഖല്ലാഹുൽ അർള വസ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന 7 സമാവാത്. അല്ലാഹ് ആകാശങ്ങൾ ഭൂമികൾ പടച്ചു, ആകാശങ്ങളിലേക്ക് കരുതി അതിനെ 7ആയി പടച്ചു. വഖലഖൽ അർശ, അർശും പടച്ചു. കതബ അലാ സാഖിൽ അർശി മുഹമ്മദുർ റസൂലുള്ളാഹി ഖാതിമുൽ അംബിയാ, അർശിന്റെ കാലിന്റെ പേര് അതേ മുഹമ്മദുർ റസൂലുള്ളാഹി ഖാതിമുൽ അംബിയാ എന്ന് രേഖപ്പെടുത്തി. വഖലഖല്ലാഹുൽ ജന്ന, അല്ലാഹ് സ്വർഗ്ഗം പടച്ചു. അല്ലതി അസ്കനഹ ആദമ വഹവ്വ, ആദം നബിയെയും ഹവ്വായെയും അവിടെ താമസിപ്പിച്ചു. ഫകതബസ്നി അലൽ അബ്വാബി വൽ ഔറാഖ്, സർവ ഗേറ്റിന്റെ മുകളിലും ഇലകളുടെ മേലും എന്റെ പേര് എഴുതി. വൽ ഖുബാബ് വൽ ഖിയാം, ഖുബ്ബകളുടെ മേലും ഖൈമകളുടെ മേലും. വആദമു ബൈന റൂഹി വൽ ജസദ്, അപ്പോഴൊക്കെ ആദം നബി റൂഹിന്റെയും ജസദിന്റെയും ഇടക്കാണ്. ഫലമ്മാ അഹ്യാഹു അല്ലാഹു തആല, അങ്ങനെ അല്ലാഹു തആല ആദം നബിക്ക് ജീവൻ നൽകിയപ്പോ നളറ ഇലൽ അർശ്, ആദം നബി അർശിലേക്കൊന്ന് നോക്കി. ഫറഅസ്നി, അപ്പൊ എന്റെ പേര് അർശിന്റെ മേലെ കണ്ടു. ഫഅഖ്ബറഹുല്ലാഹു, അപ്പൊ അല്ലാഹ് ആദം നബിയോട് പറഞ്ഞു, അന്നഹു സയ്യിദു വലദിക, അല്ലെങ്കിൽ സയ്യിദു വുൽദിക, നിങ്ങളുടെ മക്കളുടെ നേതാവാണത് എന്ന് പറഞ്ഞു. ഫലമ്മാ ഗറഹുമ ശൈത്താനു, ശൈത്താൻ ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വാ ബീവിയെയും പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, അങ്ങനെ അവസാനം ആദം നബി മറന്നിട്ട് പഴം പറിച്ചപ്പോൾ താബാ, ആദം നബി അല്ലാഹുവിനോട് തൗബ ചെയ്തു, ഹവ്വാ ബീവിയും. വസ്തശ്ഫഅ ബിസ്മി ഇലൈഹി, എന്റെ പേര് ഇടയാളനാക്കി അല്ലാഹുവിനോട് ആദം നബി ശഫാഅത്ത് തേടി, എന്റെ പേര് മുൻനിർത്തി അല്ലാഹുവിനോട് തേടി. ആരാ എഴുതിയത്? സലഫി എഴുതിയത്. അതാ നിങ്ങൾ അങ്ങേ തരക്കുള്ള നേതാവ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. 2ാം വാള്യം 150-ാം പേജ് തീർന്നില്ല. ഇനിയും അദ്ദേഹം ഹദീസ് ഉദ്ധരിച്ചിട്ട് അതാ എഴുതുന്നു. അതേ, ലമ്മാ അസാബ ആദമുൽ ഖതിഅ, ആദം നബി അലൈഹിസ്സലാം പഴം പറിച്ചു പോയപ്പോൾ റഫഅ റഅസഹു, ആദം നബി തല ഉയർത്തി. ഫഖാല, ആദം നബി പറഞ്ഞു, യാ റബ്ബി ബിഹഖി മുഹമ്മദ്, യാ റബ്ബി ബിഹഖി മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി, ബിഹഖി മുഹമ്മദ് എന്ന് പറഞ്ഞോ.
അത് കളവാണ് എന്നല്ലേ വന്നിട്ട് പറഞ്ഞത് മൗലവി? ഇബ്നു തൈമിയ്യന്റെ മഖബറയെ പോയി ചോദിക്കേ. ഇബ്നു തൈമിയ്യന്റെ കിതാബ് വായിച്ചാ ഞാൻ പറയുന്നത്, യാ റബ്ബി ബിഹഖ് മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് റബ്ബേ ഇല്ലാ ഗഫർതലി, എനിക്ക് പൊറുത്തു തരണം അല്ലാഹ്. ഫഔഹാ ഇലൈഹി, അപ്പ അല്ലാഹ് വഹി അറിയിച്ചു, വമാ മുഹമ്മദ്, വമൻ മുഹമ്മദ്, ആരാ മുഹമ്മദ് ആദമേ? ഫഖാല, അപ്പ ആദം നബി പറഞ്ഞു, യാ റബ്ബി ഇന്നക ലമ്മാ അത്മംത ഖൽഖി റഫഅതു ഇലാ അർശിക ഫൈദാ അലൈഹി മക്തൂബു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, നീ എന്നെ പഠിച്ചതിന് ശേഷം ഞാൻ അർശിന്റെ മുകളിലേക്ക് ഒന്ന് നോക്കി, അപ്പൊ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി കണ്ടു. ഫഅലിംതു, ഞാൻ ഉറപ്പിച്ചു, അന്നഹു അക്രമു ഖൽഖിക അലൈക്, നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനിയാണ് അതെന്ന് ഞാൻ ഉറപ്പിച്ചു. ഇത് ഖറൻത ഇസ്മഹു മഅസ്മിക്, കാരണം നിന്റെ പേരിന്റെ കൂടെ ആ ഒരു നബിന്റെ പേരല്ലേ നീ എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ട് നീ ഏറ്റവും ബഹുമാനിക്കുന്ന ആൾ അതാണ് നീ മനസ്സിലാക്കി. ഫഖാല നഅം, അപ്പൊ അല്ലാഹ് പറഞ്ഞു, അതെ. ഫഖദ് ഗഫർതു ലക, നിങ്ങൾക്ക് ഞാൻ പൊറുത്തു തന്നു ആദമേ. വഹുവ ആഖിറുൽ അംബിയാഇ മിൻ ദുർരിയതിക, നിങ്ങളെ സന്താന പരമ്പരയിൽ അവസാനം വരുന്ന നബിയാണ്. വലൗലാഹു മാ ഖലഖതുക, ആ നബി ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പടക്കില്ലായിരുന്നു. ഇത് പറഞ്ഞിട്ട് ഈ ഹദീസിനെ കുറിച്ച് ഇബ്നു തൈമിയ്യ എന്താണ് ഇവിടെ പറയുന്നത് മൗലവിമാരെ? ദഈഫാണ് എന്നാണോ, മൗദൂആണ് എന്നാണോ, കളവാണ് എന്നാണോ? സലഫി കളവാണ് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അല്ലാഹു തആല പറഞ്ഞേ കളവാണോ? അമ്പിയാക്കൾ പറഞ്ഞേ കളവാണോ? ആദം നബി പറഞ്ഞേ കളവാണോ? സുബ്കി ഇമാം പറഞ്ഞേ കളവാണോ? ഇബ്നു തൈമിയ്യ പറയട്ടെ, അയാൾക്ക് വിവരമുണ്ട്, പക്ഷേ ചില സംഗതി പേച്ചു പോയതാണ്. അതുകൊണ്ടാണ് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലഹു ദകാഉൻ വഇൽമുൻ, അദ്ദേഹത്തിന് നല്ല ബുദ്ധിയും ഇവരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഫലം യജിദ് ശൈഖൻ യഹ്ദീഹി, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു ഉസ്താദിനെ കിട്ടിയില്ല, അങ്ങനെ പെട്ടുപോയതാണ്. ഇമാം സുബ്കി പറഞ്ഞില്ലേ? അതേ സൈഫുസ് സഖീൽ എന്ന കിതാബിൽ പറഞ്ഞില്ലേ? ആ നിങ്ങളെ നേതാവായി നിങ്ങൾ പറയുന്ന ഇബ്നു തൈമിയ്യ, അദ്ദേഹം പറയുന്ന വാക്ക് കേട്ടോ സലഫി, ഈ ഹദീസ് ദഈഫാണെന്നാണോ ഇവിടെ പറയുന്നത്? ഇത് കളവാണെന്നാണോ പറയുന്നത്? കേട്ടോ, ഫഹാദൽ ഹദീസു, അപ്പോൾ ഈ ഹദീസ് യുഅയ്യിദുൽ ലദീ ഖബ്ലഹു, അത് അതിന് മുമ്പുള്ള ഹദീസിനെ ശക്തിപ്പെടുത്തുകയാണ്. വഹുമാ, ഞാനിപ്പോൾ ഉദ്ധരിച്ച ഈ രണ്ട് ഹദീസും കത്തഫ്സീരിൽ അഹാദീസിസ് സഹീഹതി, സഹീഹായ ഹദീസിന്റെ വിശദീകരണമാണ്. സഹീഹായ ഹദീസിന്റെ വിശദീകരണമാണ്. അപ്പൊ ഇതിന്റെ ആശയത്തിൽ ഒരു സ്ഥലത്തും തെറ്റില്ല. ഇനി അതിന്റെ സനദിൽ നിങ്ങൾ ആരെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല. സഹീഹായ ഹദീസിന്റെ വിവരണമാണിതെന്ന് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയില്ലേ മൗലവി? ഇനി ചോദിക്കട്ടെ, മഹ്ശറയിൽ നിന്ന് അമ്പിയാക്കളെ പേരിൽ കള്ളം പറഞ്ഞതിനാൽ സുബ്കി ഇമാം കുടുങ്ങും, ഇബ്നു ഹജർ കുടുങ്ങും, നവവി ഇമാം കുടുങ്ങും, ബൈഹഖി കുടുങ്ങും, ഇബ്നു അസാകിർ കുടുങ്ങും. ഇങ്ങനെ ഇമാമീങ്ങളൊക്കെ അമ്പിയാക്കളെ മുന്നിൽ കുടുങ്ങി ഖാസിരീങ്ങളാകും. പേരോടും അമ്പിയാക്കളെ മുന്നിൽ കുടുങ്ങുമെന്ന് പറഞ്ഞ മൗലവി ആദം നബി അലൈഹിസ്സലാമിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും 1.25 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളെയും എല്ലാ അമ്പിയാക്കളെയും വിളിച്ചിട്ട് ഇബ്നു തൈമിയ്യനെ വിളിക്കും. ശരിക്കും മനസ്സിലാക്കി വെച്ചോ, ഇബ്നു തൈമിയ്യനെ വിളിക്കും, നിങ്ങളെ ഫതാവ ഇങ്ങെടുക്കും. നിങ്ങളെ ഫതാവ എടുത്തിട്ട് ഇബ്നു തൈമിയ്യന്റെ നിങ്ങളെ ഫതാവ എടുത്തിട്ട് ഇതിന്റെ 2-ാം വാള്യം, അതേ ഇതിന്റെ 2-ാം വാള്യത്തിൽ 151-ാമത്തെ പേജ് മറിച്ചിട്ട് സലഫി നാദാപുരത്ത് നിങ്ങളെ കൊണ്ടുവരുന്ന മുജാഹിദുകൾ നന്നായാലും നന്നായില്ലെങ്കിലും, നിങ്ങളെ സദസ്സിൽ വരുന്ന മുജാഹിദുകൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും പടച്ചവന്റെ കോടതിയിൽ അമ്പിയാക്കളെ മുന്നിൽ ഈ കിതാബും എടുത്തിട്ട് പേരോട് വരും കേട്ടോ. പേരോട് വരും, കിയന ഉസ്താദ് വരും, ഈക്ക ഉസ്താദ് വരും, ഉള്ളാൾ തങ്ങൾ വരും, കാന്തപുരം ഉസ്താദ് വരും, സുബ്കി ഇമാം വരും, ഇബ്നു തൈമിയ്യയും വരും. ഈ കിതാബ് എടുത്തിട്ട് ചോദിക്കും, സലഫി നിങ്ങളല്ലേ എഴുതിയത്? ഇബ്നു തൈമിയ്യ നിങ്ങളല്ലേ എഴുതിയത്? സഹീഹായ
ഹദീസിന്റെ വിശദീകരണമാണ് ഈ ഹദീസിലുള്ളതെന്ന്, ഇത് ശരിക്കൊന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുന്നുവെന്ന് എന്ന് ഞങ്ങൾ കിതാബും പിടിച്ച് പറയുന്നു. സലഫിന്റെ കൂടെ പെട്ടുപോയ മുജാഹിദേ, യൗമ തബിയല്ലു വജൂഹ് വതസ്വദ്ദു വജൂഹ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളുടെ മുഖം സന്തോഷം കൊണ്ട് വെളുക്കുന്ന ദിവസം, സുന്നത്തി ജമാഅത്തിന്റെ വിരോധികളുടെ മുഖം കരുവാളിച്ച് കറുത്തു പോകുന്ന ദിവസം പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അത് മഹ്ശറയാണ് സലഫി, അത് മഹ്ശറയാണ് സലഫി. നിങ്ങൾ എന്ത് ക്ലിപ്പ് കൊണ്ടുവന്ന് കട്ടുവെച്ചിട്ടും കാര്യമില്ല. പടച്ചവന്റെ കോടതിയിൽ ക്ലിപ്പ് വെക്കാൻ കഴിയൂല, അപ്പുറം മുറിച്ചിട്ട് ഇപ്പുറം മുറിച്ച് കാണിക്കാൻ കഴിയൂല. ഇതുണ്ടോ ഇല്ലേ, അത് പറയണം ഈ സമുദായത്തോട്. കിതാബിലുണ്ടോ ഇല്ലേ അത് പറ. ഇനി സഹോദരന്മാരെ, ഇനി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്